ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ കോഴിക്കോട് സ്പെഷ്യൽ അവിൽ മിൽക്കാണ് തയ്യാറാക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കരുതേ. എന്നാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അവിൽ മിൽക്ക് കുടിച്ചാൽ വിശപ്പ് പമ്പ കടക്കും, ദാഹവും അകറ്റും. ഈ ഉഷ്ണത്തിൽ നല്ല തണുത്ത അവിൽ മിൽക്ക് ഒരു ഉച്ച നേരത്തെ വീട്ടിൽ ഉണ്ടാക്കി കുടിച്ചു നോക്കൂ. വിശപ്പും ദാഹവും ഒരുപോലെ ശമിപ്പിക്കുന്ന ഈ സ്പെഷ്യൽ മിൽക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിന് വേണ്ടത് മട്ടയരി അവിലാണ്. തിൻ അവിലിനേക്കാൾ സാധാ വെള്ള അവിലിനേക്കാളും സ്വാദ് ഒരു പടി മുന്നിലാണ് മട്ട അവിൽ. അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളെല്ലാം ആദ്യം എടുത്തു വയ്ക്കാം. ഇതുണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ബൂസ്റ്റ്, പഴം, മട്ട അവിൽ, നിലക്കടല, പാല്, പിന്നെ അലങ്കരിക്കാൻ കുറച്ച് നട്ട്സ്, ചെറി, ടൂട്ടി ഫ്രൂട്ടി എന്നിവയാണ്. ആദ്യം നമ്മൾക്ക് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കാം. പാൻ ചൂടായി വരുമ്പോൾ 1 കപ്പ് മട്ട അവിലിട്ട് കൊടുക്കുക. സിമ്മിൽ നല്ല മൊരുമുരാകുന്നത് വരെ വറക്കുക. അവിൽ കയ്യിലെടുത്ത് പൊട്ടിച്ചാൽ പൊട്ടുന്ന പാകമാവും. നല്ല ക്രിസ്പിയായി അടിപ്പിടിക്കാതെ വറുത്തു കൊരുക. അടിഭാഗം നല്ല കട്ടിയുള്ള പാനോ നോൺ സ്റ്റിക്ക് പാനോ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി ഇത് മാറ്റിവെക്കാം. നല്ല ചൂടായിട്ടുള്ള ഇതേ പാൻ വീണ്ടും വെച്ച് ഇതിലേക്ക് 1 കപ്പ് നിലക്കടല ചേർത്ത് അവിൽ വറുത്തതുപോലെ തന്നെ നല്ല ക്രിസ്പിയായി സിമ്മിൽ വെച്ച് വറുക്കുക. വറുത്ത നിലക്കടലയോ വറുക്കാത്ത നിലക്കടലയോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. വറുത്ത നിലക്കടല പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. വറുക്കാത്ത കടലയാണെങ്കിൽ കുറച്ച് സമയമെടുക്കും. ഞാൻ 1 കപ്പ് എടുത്തുവെന്നേ ഉള്ളൂ, 1/4 കപ്പ് മതിയാകും. കൂടുതൽ വറുത്ത് സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇനി വറുത്ത കടല ഒരു മുറത്തിലേക്ക് മാറ്റുക. അതിനുശേഷം അമ്മിയോ ചപ്പാത്തി പരത്തുന്ന റോളോ കൊണ്ട് ഒന്നിങ്ങനെ അരഞ്ഞെടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ കടലയിലുള്ള തൊലി പെട്ടെന്ന് പോവുകയും മുഴുക്കടല ഒന്ന് ക്രഷായി കിട്ടുകയും ചെയ്യും. ഇനി നമ്മൾക്ക് ഒരു പേപ്പർ വിരിച്ച് അതിലേക്ക് പാറ്റിയെടുക്കാം. കടലാസിലാകുമ്പോൾ 4 പാടും ചിതറാതെ പെട്ടെന്നെടുത്ത് കളയുവാൻ എളുപ്പമായിരിക്കും. അങ്ങനെ തോലെല്ലാം ഒരുവിധം കളഞ്ഞ് ലേശം 1-2 ക്രഷ് ചെയ്ത നിലക്കടല തയ്യാറായി. ഇത് നമ്മൾക്ക് മാറ്റിവെക്കാം. ഇനി അടുത്ത പണി, ഒരു പാത്രത്തിലേക്ക് 4 പഴം ഒരുവിധം നല്ല പോലെ പഴുത്തത് ഇട്ട് കൊടുക്കുക. 2 ഗ്ലാസ് അളവിലാണ് ഞാൻ അവിൽ മിൽക്ക് തയ്യാറാക്കുന്നത്. കൂടുതൽ വേണ്ടവർക്ക് അതിനനുസരിച്ച് കൂട്ടുക. പഴം നല്ലപോലെ ഉടച്ചെടുക്കുക. ഫോർക്ക് കൊണ്ട് ഉടയ്ക്കാം, അല്ലെങ്കിൽ ഇതുപോലുള്ള മാഷർ ഉപയോഗിച്ച് ഉടയ്ക്കാം. മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത്. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞു. ഇനി യോജിപ്പിക്കലാണ്. 2 രീതിയിൽ ഇത് സെറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മൾ ഉടച്ചു വെച്ച പഴം നമുക്ക് പകുതി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഒരു പാത്രത്തിലുള്ള പഴത്തിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്യുക. അതിനുശേഷം കാച്ചി തണുപ്പിച്ച 1 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് നിറയ്ക്കുക. അതിനുശേഷം 2 സ്പൂൺ നിലക്കടല വറുത്തത് ചേർക്കുക. അതിനു മുകളിൽ വറുത്ത അവിൽ ഒരു ചെറിയ പിടി ചേർക്കുക. വീണ്ടും പഴം പാൽ മിശ്രിതം ഒഴിക്കുക. മുകളിൽ കുറച്ച് കടലയും വറുത്ത അവിലും ചേർക്കുക. വീണ്ടും മുകളിൽ ബാക്കിയുള്ള പാൽ കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ്, ചെറി എന്നിവ വെച്ച് അലങ്കരിക്കുക. ഇത് 1 സ്പൂൺ കൊണ്ട് ഇളക്കി യോജിപ്പിച്ച് വേണം കുടിക്കുക. മുകളിൽ 1 സ്കൂപ്പ് ഐസ്ക്രീം കൂടി വെച്ചാൽ സ്പെഷ്യൽ അവിൽ മിൽക്കായി. നമ്മൾ ദൂരയാത്ര ചെയ്യുമ്പോൾ ഇത് 1 ഗ്ലാസ് കുടിച്ചാൽ വിശപ്പും ദാഹവും ഒന്നും കുറേ നേരത്തേക്ക് അറിയുകയേയില്ല. മാത്രമല്ല നല്ല ഉന്മേഷവുമായിരിക്കും. ഇനി രണ്ടാമത്തെ രീതിയിൽ അവിൽ മിൽക്ക് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. 1 ഗ്ലാസ് അത്യാവശ്യം വലിപ്പമുള്ളത് എടുക്കുക. ഇതിലേക്ക് നമ്മൾ ഉടച്ചു മാറ്റിവെച്ച പഴം കുറച്ച് ചേർക്കുക. അതിനു മുകളിൽ വറുത്ത നിലക്കടല ഇട്ട് കൊടുക്കുക. അതിനു മുകളിൽ വറുത്ത അവിൽ ചേർക്കുക. അവിലിന് മുകളിൽ 2 സ്പൂൺ പഞ്ചസാര ചേർക്കാം. അതിനു മുകളിൽ ബൂസ്റ്റ് ഒരു 5 രൂപയുടെ ഒരു സാഷെ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക. അതിനു മുകളിൽ കുറച്ച് കാച്ചി തണുപ്പിച്ച പാൽ ചേർത്ത് കൊടുക്കുക. വീണ്ടും ഉടച്ച പഴം ചേർക്കുക. അതിനു മുകളിൽ നിലക്കടല, അതിനുശേഷം വറുത്ത അവിൽ, വീണ്ടും പഞ്ചസാര, കൂടെ ബൂസ്റ്റ്, വീണ്ടും പാൽ എന്നിങ്ങനെ നിറയ്ക്കുക. മുകളിൽ അണ്ടിപ്പരിപ്പ്, ചെറി, ടൂട്ടി ഫ്രൂട്ടി എന്നിവ വെച്ച് അലങ്കരിക്കുക. ഇനി ഇത് കുടിക്കുന്നതിന് മുമ്പ് എല്ലാം നല്ല നീളമുള്ള സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുടിക്കുക.
എപ്പോഴും കുടിക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രമാണ് അവിൽ മിൽക്ക് തയ്യാറാക്കേണ്ടത്. നേരത്തെ തയ്യാറാക്കി വെച്ചാൽ അവിലെല്ലാം കുതിർന്ന് അവിലിൻ്റെ ക്രിസ്പിനെസ് ഒക്കെ പോയിട്ടുണ്ടാവും. നല്ല ഒറിജിനൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഉണ്ടാക്കിയതും കുടിക്കുക. നേരത്തെ സാധനങ്ങളെല്ലാം തയ്യാറാക്കി വെക്കാം. മിക്സ് ചെയ്യുന്നത് ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പ് മതി. ഇത് കണ്ടിട്ട് നിങ്ങൾക്കും കുടിക്കാൻ കൊതിയാവുന്നില്ലേ? നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് വളരെ ഈസിയായി നമുക്കിത് തയ്യാറാക്കാം. നട്ട്സ് എല്ലാം ഉണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. പഴം, അവിൽ, പാല്, കടല, പഞ്ചസാര മാത്രം ഉണ്ടായാലും മതി അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ. ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്യാനും ഒട്ടും മടിക്കേണ്ട. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു കിടിലൻ വീഡിയോവുമായി കാണാം. Thank you for watching and supporting.